ഗൈസ് വെൽക്കം ടു ഡേ 21 നോ ഷുഗർ ചാലഞ്ച്. ഗൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് 21 ഡേയ്സ് വെൽക്കം ചെയ്യാൻ പറ്റുമെന്ന്. ഐ ആം സോ ഹാപ്പി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു കാര്യം മനസ്സിലാഗ്രഹിച്ച് ആ ഒരു ചലഞ്ച് ഞാൻ സക്സീഡ് ആയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. ഓക്കെ, അപ്പം ഇന്നെൻ്റെ രാവിലെ തുടങ്ങിയത് രതീഷേൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്ന് രതീഷേൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ വരുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് കുറച്ചൊരു സ്പെഷ്യൽ ആക്കാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചേർന്നിട്ട് ഒരു കുട്ടി ലഞ്ച് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ തന്നെ എന്തായാലും ഒന്ന് കടയിലൊക്കെ പോയിട്ട് മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ചക്ക കണ്ടത്. കാരണം എൻ്റെ ഫേവറേറ്റാണ് ചക്ക. അപ്പം ചക്കക്കറിയൊക്കെ നമുക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും ഒന്ന് ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ വന്നു. അങ്ങനെ പൃഥ്വി അവിടെ ഇരുന്ന ഒരു നെത്തോലി മീനിനെയൊക്കെ എടുത്തിട്ട് പൂച്ചക്കുട്ടന്മാർക്ക് കൊടുത്തു. അങ്ങനെ അവൻ അതൊക്കെ കണ്ട് സന്തോഷിച്ചു. അങ്ങനെ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരുന്നു. അവരപ്പം ചേച്ചി ഉണ്ടാക്കി ഉണ്ണിയപ്പം കൊണ്ടുവന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മരം ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ അത് ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് തള്ളിയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പുറത്തെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ദേവക്കുട്ടി ഇരുന്നിട്ട് ചോറ് കഴിക്കുന്നു. അവളിങ്ങനെ എല്ലാ കറികളുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച കേട്ടപ്പം ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ്. അങ്ങനെ ഞാൻ അവളുടെ നിന്ന് ഒരു ഉരുള ചോറും മേടിച്ചു. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ പോയി. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ ചുമ്മാ കുറച്ച് ഷോ ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഈവനിങ്ങിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടൊന്ന് ലുലു മോളിൽ പോകാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു. കാരണം സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ ചെയ്തിട്ട് ഒരു കുട്ടി പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ പോയി ടാറ്റാ ബൈ ബൈ, സീ യു.